വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. എവിടെ കൊണ്ടുകളയാൻ ശ്രമിച്ചാലും വഴിതെറ്റാതെ എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്ന എൻ്റെ സങ്കടങ്ങളാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ആത്മാർത്ഥതയുള്ള സുഹൃത്ത്. മറ്റുള്ളവരുടെ വേദനകളിൽ നമുക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം വിശാലമാണ്. നമുക്ക് ജീവിതത്തിൽ ചില അവസരങ്ങൾ വരും, ചില സങ്കടങ്ങൾ വരും. അത് പലരെയും മനസ്സിലാക്കാനും പലതും ഉൾക്കൊണ്ട് പിന്നീടുള്ള ജീവിതത്തിൽ പാഠമാക്കാനും ചിലരെ ചേർത്ത് നിർത്താനും ചിലരെ അടർത്തി മാറ്റാനും കൂടിയുള്ളതാണ്. എത്ര നന്നായി വണ്ടി ഓടിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. അതുപോലെ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാകും. എന്നാലും ജീവിക്കുക. എവിടെയൊക്കെയാണോ നമ്മൾ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചത് അവിടെ നമ്മൾ ഒറ്റപ്പെടും. അത് കാലത്തിന്റെ തീരുമാനമാകും. ഏറ്റവും കൂടുതൽ നിറമുള്ളത് മഴവില്ലിനാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മനുഷ്യന്റെ മനസ്സിനാണ്. സാഹചര്യങ്ങൾക്കും ആളുകൾക്കും അനുസരിച്ച് അതിന്റെ നിറം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കാണുന്നത് പോലെ മറ്റുള്ളവരും നമ്മളെ കാണുമെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി ചെല്ലരുത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയൊരു തിരിച്ചു പോക്കുമരുത്. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയ ഒരു പാഠമായിരിക്കും. ചിലർ നമ്മളോട് പഠിക്കുവാണോ, ജോലി വല്ലതുമായോ എന്നൊക്കെ ചോദിക്കും. ബട്ട് നീ ഹാപ്പിയാണോ എന്ന് ആരും ചോദിക്കില്ല. ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും, ഒരു നാവ് മതി വളർത്താനും തളർത്താനും. മെച്യൂരിറ്റി എന്നത് ഇഷ്ടപ്പെടുന്നതെല്ലാം സ്വന്തമാക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും, അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ചില അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴാണ് മറ്റുള്ളവർ അനുഭവിച്ച വേദന മനസ്സിലാക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന ഒരാൾ തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത്തരം ആളുകളെ അകറ്റുക. ഏതു കാര്യത്തിനും ദേഷ്യപ്പെടുന്ന വ്യക്തിയെ വിശ്വസിക്കാൻ പാടില്ല. അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരിൽ നിന്ന് അകന്നു നിൽക്കണം. ആവർത്തിച്ചു കള്ളം പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങളുടെ ജീവിതം പോലും അത്തരക്കാർ നശിപ്പിച്ചേക്കാം. മറ്റൊരാളെ അനാവശ്യമായി പുകഴ്ത്തുന്നവരിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർ, അവർ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളെയും വഞ്ചിച്ചേക്കാം. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കണമെന്നറിയാത്ത ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അപകടകാരിയാണ്. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ടും ഒരു മെഴുകുതിരിയുടെ ആയുസ്സും കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. നിങ്ങൾ നിങ്ങൾക്കു തന്നെ പ്രകാശമായി വർത്തിക്കുക. ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയുമരുത്. ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക. അസൂയ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും മനസമാധാനം ഉണ്ടാകില്ല. നിന്റെ മോചനത്തിനു വേണ്ടി നീ തന്നെ പ്രയത്നിക്കണം. നമ്മൾ ദുഃഖിതരാകുന്നത് നമ്മളെ കൊണ്ട് തന്നെയാണ്. ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ തന്നെ പ്രയത്നിക്കണം. ക്ഷമയോടെ കാത്തിരിക്കുക. എല്ലാം ശരിയായ നിമിഷം നിങ്ങൾക്ക് ലഭിക്കും. ഓരോ പ്രഭാതത്തിലും നമ്മൾ വീണ്ടും ജനിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും പ്രധാനമാണ്. കോപം മുറുകെ പിടിക്കുന്നത് ചൂടുള്ള കൽക്കരി മറ്റൊരാൾക്ക് നേരെ എറിയുക എന്നതുപോലെയാണ്. നിങ്ങൾക്കാണ് പൊള്ളലേൽക്കുന്നത്. ആത്മീയ പാതയിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആരെയും കണ്ടെത്താനായില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക. ഒരു നല്ല സുഹൃത്തല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സമ്പന്നനാണ്. ദയ കാണിക്കുക, പക്ഷേ നിങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ആളുകളെ അനുവദിക്കരുത്. വിശ്വസിക്കുക, പക്ഷേ വഞ്ചിക്കപ്പെടരുത്. സംതൃപ്തനായിരിക്കുക, എന്നാൽ സ്വയം മെച്ചപ്പെടുന്നത് ഒരിക്കലും നിർത്തരുത്. വിജയകരമായ ജീവിതത്തെക്കാൾ സംതൃപ്തകരമായ ജീവിതം മികച്ചതാണ്. കാരണം നമ്മുടെ വിജയം മറ്റുള്ളവർ അളക്കുന്നു, എന്നാൽ നമ്മുടെ സംതൃപ്തി അളക്കുന്നത് നമ്മുടെ സ്വന്തം ആത്മാവും മനസ്സും ഹൃദയവുമാണ്. നിങ്ങളുടെ പക്കലുള്ളതിനെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ധാരാളം ആളുകൾക്ക് ഒന്നുമില്ല എന്ന സത്യം തിരിച്ചറിയുക. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കണ്ടെത്തലാണ്
പണം. എന്നാൽ മനുഷ്യ സ്വഭാവം പരീക്ഷിക്കാനുള്ള ഏറ്റവും വിശ്വസനീയമായ വസ്തുവാണ് പണം.